ജാൻമണി ചേച്ചി, സോറി ചേട്ടൻ, ഏതാ ഇപ്പോൾ പറയേണ്ടതെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം പലരും അധിക്ഷേപപരമായിട്ടുള്ളൊരു പരാമർശമൊക്കെ ആയിട്ട് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്ത്, അത് ഞാനിപ്പോൾ ഒരു വലിയൊരു ഫേമസ് വ്യക്തിക്കാണെങ്കിൽ എനിക്കെതിരെ ചാടി മറയാൻ വളരെയധികം സാധ്യതയുള്ളൊരു കാര്യമാണ് അല്ലേ. ജാൻമണി എന്നെ അധിക്ഷേപിച്ചു, അങ്ങനെയാക്കി ഇങ്ങനെയാക്കി നോക്കാം. ഇതേ വ്യക്തി തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രിനെ അധിക്ഷേപിച്ചത്. പ്രധാനമന്ത്രിനെ വിമർശിക്കാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതിനൊരു മാന്യത വേണം. ഇതേ ജാൻമണീനെ പണ്ട് അവരുടെ സംസാര രീതിനെ, ആ ഒരു അഹങ്കാരപരമായിട്ടുള്ള പെരുമാറ്റത്തിനെയും എല്ലാം, ആ പറഞ്ഞ പൊങ്ങച്ചത്തിനെയൊക്കെ വലിച്ചു വാരി നിലത്തടിച്ച ആൾക്കാർ, അതിനൊക്കെ ഓപ്പോസ് ചെയ്ത് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഒരൊറ്റ രാത്രി കൊണ്ട് ഈ വ്യക്തിൻ്റെ ഈ പറഞ്ഞ ആളുടെ ഭയങ്കര ഫാനായി മാറി. എന്തുകൊണ്ടാണ്? അത് ശരിയാണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയുള്ള വിരോധമാണ്. പക്ഷേ ഒരിക്കലും നമ്മുടെ പ്രധാനമന്ത്രിനെ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്നുള്ള അങ്ങ് വിട്ടേക്ക്, ഒരു 75 വയസ്സുള്ള ഒരു വ്യക്തിനെ, വ്യക്തിനെ മാത്രമല്ല ആ വ്യക്തിൻ്റെ അമ്മേനെ വരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചിരിക്കുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരും. ഞാൻ പറയട്ടെ, നിങ്ങളൊക്കെ എന്തിനാണോ ഇതിനെതിരെ സംസാരിക്കുന്നത്, ആ സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ എങ്ങോട്ടാണോ ഈ പ്രധാനമന്ത്രിനെ, ഈ ജാൻമണീനെ അനുകൂലിച്ച ഒരുപാട് ആൾക്കാർ, ആ ആൾക്കാരൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത്, അതായത് നിങ്ങളൊക്കെ ആരാധിക്കുന്ന പല രാജ്യങ്ങളുടെയും കാര്യങ്ങൾ എടുത്തു പോയി കഴിഞ്ഞാൽ ഇതേ കാര്യം ഇതേ ജാൻമണി ആ രാജ്യത്ത് പോയി പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ജാൻമണിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരും പിന്നെ ഇവിടുത്തെ ഫ്രീഡം ഓഫ് സ്പീച്ചിന് വേണ്ടി പൊരുതുന്ന ആൾക്കാരൊക്കെ ജയിലിലുണ്ടായേനെ. ഈ ഒരു വളരെ നഗ്നമായ സത്യം മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അറിയാത്തതായിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉണ്ട്. ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ജാൻമണിനെ മാത്രം സംസാരിക്കുന്നതിനെ കൊണ്ട് കൊച്ചു കേരളത്തിനെ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ ഒരാൾ നമ്മുടെ ഭാരതീയ സംസ്കാരം പറയുന്ന, മറ്റു രാജ്യങ്ങൾ എന്ത് വേണേ ആയിക്കോട്ടെ, നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന് ഒരു മാന്യത ഉണ്ട്. ആ മാന്യത അനുസരിച്ച് നമ്മളെപ്പോഴും എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യാനും അതുപോലെ തന്നെ എൽഡേഴ്സിനെ ബഹുമാനിക്കാനും എല്ലാ രീതിയിലുള്ള ഒരു പരിഗണന അവർക്ക് കൊടുത്തുകൊണ്ട് വളർന്നു വന്ന ഒരു സമൂഹമാണ്. ഈ ജാൻമണീനെ പോലുള്ള ആൾക്കാർക്കൊക്കെ എന്താ പറയുന്നത്, ചുമ്മാ ഓവർനൈറ്റ് പ്രശസ്ത, അല്ലെങ്കിൽ ചുമ്മാ ആൾക്കാരെ കുറെ കമന്റും കയ്യടിയും കിട്ടാൻ വേണ്ടി എന്ത് തോന്നിയാസം പറയുന്നത്. ഒരു രാജ്യത്ത് ഫ്രീഡം ഓഫ് സ്പീച്ച് ഓക്കെ. ഇന്ത്യയിൽ എപ്പോഴും ഞാൻ പറയുന്നത്, പലരോടും ഞാൻ പറയുന്നത്, ഇന്ത്യയിൽ ഫ്രീഡം കുറച്ച് അധികമാണ്. ഇന്ത്യയിൽ ഫ്രീഡം ലിമിറ്റ് ചെയ്യേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇതുപോലുള്ള തോന്നിവാസം പറച്ചിലല്ല ഫ്രീഡം എന്ന് പറയുന്നത്. കൃത്യമായി ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് തന്നെ ഉപയോഗിക്കണം, അല്ലാതെ അനാവശ്യാവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് ഉപയോഗിക്കരുത്. അതാണ് ഞാൻ പറയുന്നത്. ജാൻമണിക്ക് ശിക്ഷ കിട്ടിയത് ഒരു കാരണവശാലും ഒരു വ്യക്തിയെയും, പ്രധാനമന്ത്രി എന്നുള്ള മറ്റൊരു വ്യക്തിയെ സമൂഹ മാധ്യമത്തിൽ വളരെ മോശമായിട്ട് അധിക്ഷേപിച്ചതിന് ഷീ ഷുഡ് ബി ആൻസർ.